ഹായ്, അങ്ങനെ നമ്മൾ ആരമ്പോൾ ബീച്ചിൽ നിന്നും ഉള്ള രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ആരമ്പോൾ ബീച്ചിൽ നിന്നും ഒരു എപ്പിസോഡിൽ കൂടുതൽ എന്താ ഉള്ളതെന്ന് അറിയണ്ടേ? ഞാനിവിടുത്തെ മറ്റൊരു കാഴ്ച കാണിച്ചു തരാവേ. നമ്മുടെ തെങ്ങിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് മനസ്സിലായോ? വേണ്ട, അവിടെ ആൾക്കാർ ബസ്സിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. നൈസ് അല്ലേ? ഒരു ബീച്ചിൽ നിന്ന് 2 എപ്പിസോഡ് ചെയ്യണമെങ്കിൽ ഉള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഇതൊന്നുമല്ല, ഇനിയുണ്ട് നല്ല കിടിലമായിട്ടുള്ള രസകരമായിട്ടുള്ള സിറ്റുവേഷനുള്ള മനോഹരമായ ഏരിയകളിലേക്ക് നമുക്ക് കിടക്കാം. ആരമ്പോൾ ബീച്ച്, ഗോവ. ആ സൈഡിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ കടകളുണ്ട്. ഭയങ്കര കല്ലുകളും സ്റ്റോൺസുകളും ചെറിയ സ്ഥാപനങ്ങളും നല്ല എന്താ അവിടെ നോക്കിയാൽ സൂര്യൻ്റെ വേറൊരു അത് അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ്റെ ബ്യൂട്ടി കണ്ട നൈസല്ലേ? അങ്ങനെ നമ്മൾ പിന്നെയും അവരൊക്കെ റെസ്റ്റോറൻറ്റ്സുകളും അതിൻ്റെ ബോർഡുകളും ഒക്കെയാണ്. ഓരോ റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ട, രസമല്ലേ നോക്കി. അപ്പം നമ്മൾ ഇങ്ങനെ ഇടയിൽ ഷോപ്സുകളുണ്ട്, ഒത്തിരി ഷോപ്പുകളുണ്ട്. മുകളിലേക്ക് കിടക്കും തോറും അല്ല ഇങ്ങനെ ഷോപ്പുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമുക്കിത് ഇവിടെ ഒരു വ്യൂ ഉണ്ട്, ഒരു രസമുള്ളൊരു വ്യൂ പോയിൻ്റ് കണ്ടു. അപ്പം നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങാൻ നോക്കി. നല്ല രസമുള്ളൊരു കാഴ്ചയിലേക്ക് നമ്മളിവിടെ കടന്നു. നൈസ് വ്യൂ അല്ലേ നോക്കി, അടിപൊളിയല്ലേ? വേണ്ട. അപ്പോൾ ആ വഴിയിലൂടെ തിരിച്ച് കയറണമെങ്കിൽ ഒരു ഞാനും മക്കളിയാണ്. കാരണം എന്ന് വെച്ചാൽ ആ വഴിയിൽ ഒരു സ്ലോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെ പയ്യെ തിരിച്ച് കയറി നമ്മൾ മുകളിലെത്തി. ഹായ്, താങ്ക്സ്. അവിടെ സ്റ്റെപ്പ് ഉണ്ട്, സൂക്ഷിക്കണമെന്നാണ് പുള്ളി നമ്മളെ അടുത്ത് പറഞ്ഞത്. 2 സ്ഥലത്ത് നമുക്ക് പണി കിട്ടാൻ പോയതാണ് സ്റ്റെപ്പുകളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുട്ടി ഷോപ്പുകളുടെ ഇടയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു. ഇതെല്ലാം ഗോവൻ സ്പെഷ്യലാണത്. വെജ് സാലി, പ്രോൺസ്, ലോബ്സ്റ്റർ, ക്രാബ്, ഫ്രൈഡ് ബിരിയാണി, സിസ്ല. ഇതൊക്കെ ഇതിനകത്ത് ഇത് ഗോവൻ ഫിഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗോവൻ ഫിഷ് എപ്പോഴും റവയിലാണ്, റവ മുക്കിയിട്ട് റവയിലാണ് അവർ ഗോവൻ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ തേങ്ങ അരച്ചാണ് ഒരു കറി ഉണ്ടാക്കുന്നത്. എന്താ ബ്യൂട്ടി എങ്ങനെയുണ്ട്? നൈസല്ലേ? അടിപൊളി. അങ്ങനെ നമ്മളിങ്ങനെ ഇതിൻ്റെ കാണാമറിയാത്ത കാഴ്ചകളുമായി ഒപ്പിയെടുക്കാനായി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നു. ഇത് സംഭവം മനസ്സിലായി, ഓടിച്ച വീടിൻ്റെ മുകൾ ഭാഗത്താണ്. എന്താ രസം നോക്കി, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനുള്ള ഫീല് ഭംഗിയല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു മനോഹരമായ ഡെസ്റ്റിനേഷനിലേക്കാണ്.
അങ്ങനെ മനോഹരമായ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ അതിമനോഹരമായ ഡെസ്റ്റിനേഷനിലേക്കാണ്. അത് നമ്മളിങ്ങനെ കുറേ ഒക്കെ ആലോചിച്ചു എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെയാണ് കാണിച്ചാൽ മതിയെന്ന് തോന്നിയപ്പോൾ നമ്മളത് അതങ്ങനെയാണ് കാണിച്ചു. ഇത്രയും നേരം നടന്നു വന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ से जाना पड़ता है ऊपर. ആ അപ്പോൾ നമ്മുടെ നാട്ടുകാരൻ അവിടെ ഇരിപ്പുണ്ട്. വേണ്ട ഭംഗിയല്ലേ നോക്കി, അടിപൊളിയല്ലേ. ഇനി വന്നാൽ അതിൻ്റെ അടുത്തേക്കുള്ള കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്. ആ വേണ്ട നൈസല്ലേ മച്ചാന്മാരെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ചാട്ടം ചാടാൻ പോണ്. ആദ്യത്തെ ചാട്ടം ചാടി ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടണം. വീഴാനും വീഴാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്താ പറയുക, മഴ പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ മാതിരി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, സൂക്ഷിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചാടിയ ഫീല് ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടും ചാടിയതാണ്. എൻ്റെ പൊന്നെ, കല്ലുകൾ എന്ന് വെച്ചാണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ മറ്റേ ഇതില്ലേ വെട്ടുകല്ലില്ലേ, വെട്ടുകല്ലിൽ വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഭയങ്കര ഓട്ടകളൊക്കെ വന്ന് ഇതുപോലെ ഇരിക്കുന്ന പോലെയുണ്ട്. വേണ്ട എന്താ സെൽഫി എടുത്ത് കൂട്ടാൻ പറ്റിയ സ്ഥലമാണ് ആൾക്കാർക്ക് ഇവിടെ വന്ന്. എന്ത് രസമാണ് നോക്കിയത്. പൊന്നെ വേണ്ട, മനോഹരം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതിമനോഹരമാണ്. രസമല്ലേ എന്നൊക്കെ. നൈസല്ലേ. അപ്പം അതാണ് ഇവിടുത്തെ ബ്യൂട്ടി. ശരിക്കും പറഞ്ഞ ഒരു രസം പറയട്ടെ, ഇനിയും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനിയും കഴിഞ്ഞിട്ടില്ല. അടുത്ത ലേക്ക് വ്യൂവിലെത്തി. ആരംബോൾ ബീച്ചിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് പലത് ചേർന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്ന് ഒരു ദിവസം താമസിച്ച് ഒരു ഡേ വന്ന് സൺസെറ്റ് കണ്ട് പിറ്റേ ദിവസം സൺറൈസ് കണ്ട് അങ്ങനെ നമ്മൾ ഫുള്ള് കറങ്ങി. അപ്പോൾ ഒരു സ്റ്റേക്കുള്ള സ്ഥലമുണ്ട് ആരംബോൾ ബീച്ച് എന്ന് പറയുന്നത്. അവിടെ ഒരു മരം കൊണ്ടെന്ന് വെച്ചാൽ അവർ നല്ല രസമായിട്ടല്ലേ ഒന്ന് ചെയ്യണം നോക്കി. നമ്മൾ അപ്പുറത്തേക്ക് നമ്മൾ ഷോട്ട് വയ്ക്കുന്നില്ല, കാരണം അത് പലരും പ്രൈവസി ഏരിയയാണ്. സോ ഇൻ അവർ ബീച്ച് എനി പ്രൈവസി, സോ we don't shot it in that sides.
സോ നൈസ്. കണ്ടോ എങ്ങനെയുണ്ട്? ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അടുത്ത കാണിച്ചു തരാം. ഇതിൻ്റെ എണ്ണയും കൂടാന്ന് അറിയണ്ടേ? ആഹാ, അതാണ് അതിലും വലിയ രസം. ഇത് പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ അഴിച്ചു വിട്ട പട്ടം പോലെ നമ്മളിങ്ങനെ പോകുന്നത് എങ്ങോട്ടാ? എങ്ങോടാ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഒരു വലിയ സംഭവം കാണിക്കാൻ പോണെന്ന്. ഒന്നുമല്ല, ഒരു നമ്പർ, മനോഹരമായൊരു നമ്പർ, ഒരു 1.5 നമ്പർ. ഇത് ഇവിടുത്തെ ഒരു ലേക്കാണ്. കുളിക്കാനും ഒക്കെ പറ്റിയ ഒരു ലേക്ക്, നല്ല മനോഹരമായൊരു ലേക്ക്. ഇതിൻ്റെ സൈഡിൽ വേണ്ട എന്ത് ഹായ് ഹായ് ഹായ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പയ്യെ ആ ലൈക്കിൻ്റെ മനോഹാരിതയിലേക്ക് നമ്മൾ കിടക്കുന്നു. എന്താ ബ്യൂട്ടി ഓഫ് ആരംബോൾ ലേക്ക്. നൈസല്ലേ? അവിടെ മുകളിൽ കോട്ടേജസ് ഉണ്ട്. അതാ ഇനി നമുക്ക് നല്ലൊരു സൺസെറ്റ് കണ്ടാലോ? നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഫ്രം ആരംബോൾ ബീച്ച്. നമുക്ക് സൺസെറ്റ് കാണാൻ നല്ല രസമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സൺസെറ്റിലേക്ക് നല്ലൊരു ഫ്രെയിം വെച്ചിട്ട് നമുക്ക് സൺസെറ്റിലേക്ക് പോകാം. എന്താ നിരന്നിങ്ങനെ ഇട്ടേക്കണണ്ട ആൾക്കാർക്ക് ഇരിക്കാനായിട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോട്ട് വയ്ക്കണം. പാടാ, പക്ഷെ നമ്മൾ വയ്ക്കും. ബിക്കോസ് വി ആർ ജമ്പിങ് ഡെസ്റ്റിനേഷൻസ് ടു ഡെസ്റ്റിനേഷൻസ്. നൈസ് ഷോട്ട് അല്ലേ? കിടക്കാൻ ഒരാളും കൂടി ഉണ്ടായിരുന്നു, നന്നായിരുന്നു. ഒരു ഫോർഗ്രൗണ്ട് ഫില്ല് ചെയ്യാനുണ്ട് അല്ലേ? നൈസ് അല്ലേ? ഇനി നമുക്ക് വേറെ ഷോട്ട് കിട്ടും നോക്കാം. നമുക്ക് ഇവിടെ നൈസല്ലേ? സൺസെറ്റ് നൈസല്ലേ? ഇനി നമുക്ക് ഇപ്പോഴും രസമായില്ലേ? ഇനി നമുക്ക് കുറച്ച് ഫോർഗ്രൗണ്ടും ഫില്ല് ചെയ്ത് കിടക്കും, വേറെ ഫീല് കിട്ടണം. അങ്ങനെ സൺസെറ്റിന് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തി. ഇനി നമ്മൾ വേണമെങ്കിൽ ആ പാറയില്ലേ, ആ പാറയുടെ അടുത്തേക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പോകാം. ആ, ഇത് കണ്ടുകൊണ്ട് പോകാലോ. നിറയെ സാധനങ്ങളോട് വേറെ കാണാനുണ്ട് ലൈറ്റായിട്ട്. കണ്ടോ?
അപ്പം നമ്മൾ ആ പാറയുടെ സൈഡിൽ നിന്ന് ഒരു കിടിലൻ സൺസെറ്റ് നമ്മളിങ്ങനെ പകർത്തും. ഫുൾ വൈഡിൽ നമ്മളിങ്ങനെ പകർത്തും. എന്നിട്ട് നമ്മൾ പതിയെ അങ്ങനെ നടന്ന് നമ്മൾ കടലിലേക്ക് ഒരു വ്യൂ എടുക്കും. ഇത് മുഴുവൻ നേരിൽ കണ്ട എൻ്റെ കിളി പോയിരിക്കുക. മനോഹരം എന്ന് വെച്ചാൽ അതിഭീകര മനോഹരമാണ്, ഒരു രക്ഷയുമില്ല. സോ ഡോണ്ട് മിസ് ദ പ്ലേസ് വിത്ത് യുവർ ഫാമിലി. കം ഓൺ ഗോവ, സ്റ്റേ വിത്ത് 4-5 days ആൻഡ് എൻജോയ് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ, വരാൻ പറ്റുമ്പോൾ ഇവിടേക്കൊന്ന് സന്ദർശിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതിനേക്കാൾ പല മടങ്ങുണ്ട് ഇതിൻ്റെ ഭംഗി. നമ്മുടെ ലെൻസിനൊരു പരിധിയുണ്ട്. ആ ലെൻസിലുള്ള പരിധി നമ്മൾ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് മാക്സിമം. ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ഈ മനോഹര ദൃശ്യങ്ങൾ. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ വിട വാങ്ങുന്നു, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനു മുമ്പായി നമ്മൾ ഈ ഏരിയ മുഴുവനൊന്ന് ചുറ്റി കണ്ട് കാണിച്ചിട്ട് നമ്മളൊരു സൈൻ ഓഫ് ചെയ്യും. ഓക്കെ ഓക്കെ അല്ലേ? നൈസല്ലേ? എന്നൊക്കെ നൈസല്ലേ? ബൈ.